അങ്ങനെ ബീഫൊക്കെ അരിഞ്ഞ് മസാലയൊക്കെ ആഡ് ചെയ്യണ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ തിരക്കിൻ്റെ ഇടയ്ക്ക്. ഏകദേശം എന്തേ ഈ ലെവലിലായിട്ടുണ്ട്. എന്നപ്പോൾ കപ്പയും ബീഫും ഇവിടെ ചെറിയൊരു കുക്കറിൽ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാവർക്കും വെറൈറ്റി അല്ല, ഞങ്ങൾക്ക് ഇവിടെ ആയതുകൊണ്ട് വല്ലപ്പോഴും ഒരു വെറൈറ്റിയാണ്. സോ എല്ലാം സെറ്റാവട്ടെ. കളക്കേ കപ്പയ്ക്കുണ്ടല്ലോ നന്നായിട്ട് ഉടച്ച് ചേർക്കണം. സേമിയ പായസം പോലെ പോകില്ലേ? പക്ഷെ ഇങ്ങനെ ഭയങ്കര ഇത് വലിയ കപ്പയായിരുന്നേ. സോസിൻ്റെ തേങ്ങാപ്പാല് മാഗിയുടെ ഇത്തവണ നാട്ടിൽ പോകുമ്പം കഴിച്ചു നോക്കണം കേട്ടോ. ഓ വാവ്, അയ്യോ ലെൻസ് മുഴുവൻ ഇതായല്ലോ. അയ്യോ, അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ കിടന്ന് വേകുന്നു. ഇതിൻ്റെ അത് വെള്ളം ഒഴിക്കണം വരുമ്പോൾ നല്ല തേങ്ങ കൊത്തിട്ട ബീഫ്. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണേ, കാരണം അത് വെന്തിട്ടില്ല. കുക്കറിൽ വേവിച്ചില്ല, ഒന്ന് അടച്ചു വെച്ചിട്ട് കണ്ടപ്പോൾ കണ്ടെത്തി. ഇവിടെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഡെർബി അതുകൊണ്ട് താളിക്കും. നമ്മൾ ഉണ്ടാക്കി നമ്മൾ താളിക്കാൻ പോവുകയാണ്. താളിക്കാൻ പോവുകയാണ്. ശരിക്കും താളിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. എന്ത് കറിക്കും ഒഴിച്ചെറി അങ്ങനത്തെ കറികൾക്കൊക്കെ നമ്മൾ മാത്രം തോന്നുന്നു അല്ലേ താളിക്കണത് അല്ല. പക്ഷെ നമ്മുടെ ഒറ്റക്കോൾ കടുക് എല്ലാം കൂടെ ഇട്ടിട്ട് താളിക്കുമ്പോൾ എന്തൊരു മണം. വറ്റൽമുളകിന്റെ മണം. നമ്മുടെ താളിക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ടെസ്കോയിൽ മേടിക്കാൻ കിട്ടില്ലേ, അത് തേച്ചാൽ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ ബോക്സ് വന്നപ്പോൾ തേച്ചത്. ഏറെക്കുറെയൊക്കെ പോയി. ചിലവർ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ, ചിലവരാണ് ഇങ്ങനെ താളിച്ചിടുന്നത്. എനിക്ക് പക്ഷെ താളിക്കണേ നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് കുറേ സമയം ഒട്ടും തന്നെ വേണം. അങ്ങനെ നമ്മുടെ ബീഫ് തേങ്ങാക്കൊത്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കളറൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. ബീഫ് ഇളക്കുമ്പോൾ തന്നെ എന്ത് സുഖമല്ലേ. വാവ്, ആ കളറ് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ ബീഫിൻ്റെ. അത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാട്ടോ. ഇല്ലെങ്കിൽ സാധനം എനിക്ക് വേണം പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്താൽ ഈ കളർ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. കണ്ടോ ആ തേങ്ങാക്കൊത്തിൻ്റെ കളറും പിന്നെ ബീഫ് മസാലയിലിട്ട് ആ ഒരു ബ്രൗണിഷ് കളറും. വാവ്, നിനക്ക് ബീഫ് ടേസ്റ്റ് ചെയ്യാൻ നോക്കണോ? തേങ്ങാക്കൊത്തും വേണം. ഓക്കെ. തേങ്ങാക്കൊത്ത് ചാടിപ്പോയില്ല. സുഖ ഊതിക്കാൻ നല്ല ചൂടല്ലേ. ചൂട് ഊതി കഴിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ശരിക്കും എരിവുണ്ടല്ലേ? ചൂടുണ്ട്. വെള്ളം കുടിക്കേ. റെഡിയോലാക്കേ നമ്മളെടുക്കുന്നു. കറിവേപ്പില അവിടെ പോയി.
കറിവേപ്പില എടുക്കെടുക്ക് പതുക്കെ. ആ ഇത് എന്നിട്ട് സിദ്ധു ഇങ്ങനെ കറിവേപ്പില stuff ചെയ്യണം. മുകളിലേക്ക്. അതിന്റെ പൊക്കത്ത് തേങ്ങാക്കൊത്ത് താഴെ. പാട്ടൊക്കെ ചൊന്നാൽ അതിനൊരു അത്ര മതി. ഓ നമ്മ ബീഫ് ബീഫ് ഫ്രൈ.